എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പാരായണീയത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത് ജടായു സംഗമം മുതൽ ശൂർപ്പണഖ വിലാപം വരെ ഉള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്യുന്നത് ശ്രീമതി ലീല സുകുമാരൻ, ശ്രീമതി ബിജി സുരേഷ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരി ഓം. ലീലാജി ആരംഭിച്ചോളൂ. ഹരി ഓം. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ജടായു സംഗമം. അഗ്നിശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു, പത്രിസത്തമനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നൊരു വിസ്മയം പൂണ്ടു രാമൻ ബദ്ധരോഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ. രക്ഷസാം പ്രവരാനി കിടക്കുന്നതു മുനി ഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ സഖേ, വില്ലിങ്ങു തന്നിടു നീ ഭീതിയുമുണ്ടാകൊല്ല, കൊല്ലുവാനിവനെ ഞാൻ വൈകാതെ ഇനിയിപ്പോൾ. ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പക്ഷിശ്രേഷ്ഠനും ഭയ പീഡിതനായി ചൊന്നാൻ. വന്ദ്യനല്ലഹം തവ താതനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സനെന്നറിഞ്ഞാലും നിന്തിരുവടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ, ഹന്തവ്യനല്ല ഭവഭക്തനാം ജടായു ഞാൻ. എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടു നാഥൻ നന്നായ ആശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം. എങ്കിൽ ഞാൻ ഇരിപ്പതിൻ അടുത്തു വസിക്ക നീ, സങ്കടമിനി ഒന്നു കൊണ്ടുമേ നിനക്കില്ല. ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനതു കഷ്ടം
കിങ്കര പ്രവരനായി വാഴുക മേലിൽ ഭവാൻ. പഞ്ചവടി പ്രവേശം. എന്നരുൾ ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തമ്മിലമ്മാറു സീതാ ലക്ഷ്മണ സമേതനായി. പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി. പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവുമുണ്ടാക്കിനാൻ. ഉത്തമാ ഗംഗാ നദി ഉത്തരേ തീരെ പുരുഷോത്തമൻ വസിച്ചതു ജാനകി ദേവിയോടും. കദളീവന സാമ്രാജ്യ അഖില ഫലവൃക്ഷാവൃത കാനനെ ജന സമ്പാദ നിവർജിതേ നീരുജസ്ഥലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ. ഫലമൂലാദികളും ലക്ഷ്മണൻ അനുദിനം ഫലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ. രാത്രിയിൽ ഉറങ്ങാതെ ചാപബാണവും ധരിച്ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ. സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാലെ ഗൗതമ തന്നിൽ കുളിച്ചർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും. വാരം വാരം പ്രീതി പുണ്ടിങ്ങനെ വാഴും കാലം. ലക്ഷ്മണോപദേശം. ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാന്വതനായി ചൊന്നാൻ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലവയെല്ലാം നേരെയുപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ശ്രീരാമൻ അതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരുടാനന്ദമരുൾ ചെയ്തിരു വഴി പോലെ. കേട്ടാരുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നു കൂടും വികൽപ്പ ഭ്രമമെല്ലാം. മുമ്പിനാൽ മായാ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവാൻ അമ്പോടു പിന്നെ ജ്ഞാന സാധനം ചെയ്യാമല്ലോ. വിജ്ഞാന സഹിതമാം ജ്ഞാനവും ചൊൽവൻ പിന്നെ വിജ്ഞേയമാത്മാ സ്വരൂപത്തെയും ചൊല്ലാമെടോ. ജ്ഞേയമായുള്ള പരമാത്മാനറിയുമ്പോൾ മായാ സംബന്ധ ഭയമൊക്കെ നീങ്ങിടുമല്ലോ. ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയെ. മായയാകുന്നതു നിർണയം അതിനാലേ കായ സംബന്ധമാകും സംസാരം ഭവിക്കുന്നു. ഉണ്ടല്ലോ പിന്നെ വിക്ഷേപം ആവരണങ്ങളെന്നു രണ്ടു രൂപം മായ്ക്കെന്നറിക സൗമിത്രേ നീ. എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നതീകറിത സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാദി ബ്രഹ്മാന്ത മാമ വിദ്യാരൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതും മറ്റേനാനന്ദപ്രാപ്തി ഹേതുഭൂത എന്നറിഞ്ഞാലും. മായാകൽപ്പിതം പരമാത്മനി വിശ്വമെടോ. മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. രഞ്ജുകണ്ഠത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കിലേതുമൊന്നില്ലയല്ലോ. മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിഭം വിചാരിക്കലില്ലാതൊന്നല്ലോ. വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട. ജന്മസംസാര വൃക്ഷമൂലമായതു ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ചയമയം. ദേഹസംബന്ധം മായ വൈഭവം വിചാരിച്ചാൽ ഇന്ദ്രിയ ദശകവും അഹങ്കാരവും ബുദ്ധി മനസ്സും ചിത്തമൂല പ്രകൃതി എന്നീതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ. ക്ഷേത്രമായതു ദേഹമൊന്നുമുണ്ടല്ലോ നാമം എന്നിവറ്റിങ്കൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ. ജീവാത്മാ സ്വരൂപത്തെ അറിഞ്ഞു കൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടു കൊള്ളുക സൗമിത്രേ നീ.
ജീവാത്മാവെന്നും പരമാത്മാവെന്നതു മോർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേയില്ല, രണ്ടും ഒന്നത്രേ നൂനം. ഭേദമുണ്ടെന്നു അജ്ഞന്മാരല്ലോ. മാനവും ഡംബം ഹിംസ വക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം. അന്യാക്ഷേപാദികളും സഹിച്ചു സമബുദ്ധ്യ മന്യുഭാവവും അകലെ കളഞ്ഞനൂദിനം. ഭക്തി കൈക്കൊണ്ടു ഗുരുസേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കർമ്മങ്ങൾക്കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചന ദേഹങ്ങളെ അടക്കി തന്മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിയാതെ ജനന ജരാമരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അഹങ്കാരത്വേന സമാഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ മിത ജപത്തോടും പുത്രധാരാർത്ഥാദിഷു സ്നേഹത്വവും ചെയ്തു ശക്തിയുമൊന്നിങ്കലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടന വിവിക്ത ശുദ്ധസ്ഥലേ വസിക്കേണം. പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടും ഏകാന്തേ പരമാത്മാ തൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങളെ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിൽ ഉറച്ചു ചമഞ്ഞിടും. മാനസേ വികൽപ്പങ്ങൾ ഏതുമേയുണ്ടാകൊല്ല. ആത്മാവാകുന്നതെന്തുണ്ടോ കേളതിൽ. ആത്മാവല്ലല്ലോ ദേഹ പ്രാണബുദ്ധ്യാഹങ്കാരം മനസാദികളൊന്നും ഇവറ്റിൽ നിന്നും മേലെ. മാനമില്ലാതെ പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിതാത്മാവു ശുദ്ധമവ്യക്തം ബുദ്ധം. ത്വൽപദാത്മാ ജ്ഞാനിക ത്വൽപദാർത്ഥവുമായി ജ്ഞാനം കൊണ്ടെന്ന വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ. ജ്ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണനാത്മാവു ചിദാനന്ദൻ. സർവസത്വാന്തർഗത പരിച്ഛേദ്യനല്ലോ ഏകൻ അദ്വയൻ പരൻ അവ്യയൻ ജഗന്മയൻ യോഗേശ ജനാഖിലാധാരൻ നിരാധാരൻ നിത്യസത്യജ്ഞാനാദിലക്ഷണൻ ബ്രഹ്മാത്മകൻ വ്യുത്യുപാദികളിൽ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടു ഉപഗമ്യൻ യോഗിനാമേകനാത്മനാം. ജ്ഞാനമാചാര്യശാസ്ത്രൗഖോപദേശാഖ്യാജ്ഞാനം ആത്മനോരേവം ജീവ പരയോർമൂല വിദ്യ. ആത്മനി കാര്യകാരണങ്ങളും കൂടിച്ചേർന്നു ലയിച്ചിടുമ്പോൾ ഒരവസ്ഥയല്ലോ മുക്തി. ലയത്തോടാശു വേറിട്ടിരിപ്പാൻ ആത്മാവൊന്നേ ജ്ഞാനവിജ്ഞാന വൈരാഗ്യത്തോടു സഹിതമാം ആനന്ദമായിട്ടുള്ള വൈകല്യ സ്വരൂപമിതുള്ളവണ്ണമേ പറവാനുമിതറിവാനും ഉള്ളം. നല്ല ഉണർവുള്ളോരാരിലാരും ജഗത്തിങ്കൽ മൽഭക്തിയില്ലാതവർക്ക് എത്രയും ദുർലഭം കേൾ. മൽഭക്തി കൊണ്ടു തന്നെ കൈവല്യം വരും താനും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി. രാത്രിയിൽ തന്റെ പദം ദീപമുണ്ടെന്നാകിലോ നേരുള്ള വഴി അറിഞ്ഞിടാവിധവണ്ണമേ. ശ്രീരാമഭക്തിയുണ്ടെന്നാകിലേ കാണായി വരൂ. ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവു നൂനം ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും നീ. മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതും മൽഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകാദശാദിവ്രതാനുഷ്ഠാനങ്ങളും പുനരാകുലമെന്നിയെ സാധിച്ചു കൊള്ളുകയുമത. പൂജനം വന്ദനവും ഭാവനം ദാസ്യവും നല്ല ഭോജനമഗ്നി വിപ്രാണം കൊടുക്കയുമത.
മൽക്കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും മുതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്ക് അന്തരം വരാതൊരു ഭക്തിയുമുണ്ടായി വരും. ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതില്ല. അവരവരല്ലോ. ഭക്തിയുക്തനു ജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും. എന്നാൽ മുക്തിയും വരും. മുക്തിമാർഗം താവക പ്രശ്നാനുസാരവശാലുക്തമായതു നിനക്കെന്നാലേ ധരിക്ക നീ. വക്തവ്യമല്ല നൂനമെത്രയും ഗുഹ്യം മമ ഭക്തന്മാർക്കൊഴിഞ്ഞുപദേശിച്ചിടരുതല്ലോ. ഭക്തനെന്നാകിലവൻ ചോദിച്ചില്ലെന്നാകിലും വക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധയുക്താമർത്യനിതു നിത്യമായി പാഠം ചെയ്തില്ല അജ്ഞാനമകന്നു പോം. ഭക്തി സംയുക്തന്മാരാം യോഗീന്ദ്രന്മാർക്കു നൂനം ഹസ്ത സംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും. ശൂർപ്പണേഖാഗമനം. ഇത്തരം സൗമിത്രിയോട് അരുളി ചെയ്തു പുനരിത്തിരി നേരമിരുന്നിടിനാനൊരാനന്തരം. ഗൗതമീ തീരെ മഹാകാനനെ പഞ്ചവടി ഭൂതലെ മനോഹരെ സഞ്ചരിച്ചിടുന്നൊരു യാമിനീചരി ജനസ്ഥാന വാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനി വിമോഹിനി. പങ്കജധ്വജ കുരിശാങ്കിതങ്ങളായി ഭംഗി തേടിയിടും പാദങ്ങളതു നേരം പാദസൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ കൗതുകം ഉൾക്കൊണ്ടു രാമാശ്രമമകം പുക്കാൾ. ഭാനുമണ്ഡല സഹസ്രോജ്വലം രാമനാഥം ഭാനുഗോത്രജം ഭവഭയനാശനം വരം മാനവവീരം മനോമോഹനം മായാമയം മാനസഭവസമം മാധവം മധുഹരം. ജാനകിയോടും കൂടെ വാണിടുന്നതു കണ്ടു മീനകേതന ബാണാപീഡിതയാളേറ്റം സുന്ദര വേഷത്തോടും മന്ദഹാസവും പൊഴിഞ്ഞിരാവരനോടു മന്ദമായുര ചെയ്താൽ. ആരടോ ഭവാൻ ചൊല്ലിതാരുടെ പുത്രനെന്നും നേരോടെന്തിവിടേക്കു വരുവാൻ മൂലമെന്നും. എന്തൊരു മൂലം ജഡാവൽക്കാദികളെല്ലാം എന്തിനു ധരിച്ചിതു താപസവേഷമെന്നും. എന്നുടെ പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോടു. നീ എന്നോടു പിന്നെ ചോദിക്കുമല്ലോ. രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാൻ അഖ്യയാ ശൂർപ്പണേഖ കാമരൂപിണിയല്ലോ. ഖരദൂഷണ ത്രിശിരാക്കളാം ഭ്രാതാക്കന്മാരരികെ ജനസ്ഥാനെ ഞാനിരിപ്പതു സദാ. നിന്നെ ഞാൻ ആരെന്നു അറിഞ്ഞില്ലതും പുനരെന്നോടു പരമാർത്ഥം ചൊല്ലണം ദയാനിധേ. സുന്ദരി കേട്ടുകൊള്ളുക, ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥി രാമൻ എന്നല്ലോ നാമം. എന്നുടെ ഭാര്യ ഇവൾ ജനകാത്മജാ സീത ധന്യേ മൽഭ്രാതാവായ ലക്ഷ്മണൻ ഇവനെടോ. എന്നാൽ എന്തൊരു കാര്യം നിനക്കു മനോഹരേ, നിന്നുടെ മനോഗതം ചൊല്ലുക മടിയാതെ. എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടു കൂടെ പോന്നു രമിച്ചു കൊള്ളേണം നീ. നിന്നെയും പിരിഞ്ഞു പോവാൻ മമ ശക്തി പോരാ, എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ. ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു മനോവീരൻ അവളോടരുൾ ചെയ്തിടിനാൻ. ഞാനിക തപോധന വേഷവും ധരിച്ചോരോ കാനനം തോറും നടന്നിടുന്നു സദാകാലം. ജാനകിയാകൂ ഇവളെ എന്നുടെ പത്നിയല്ലോ, മാനസേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും. സാപജ്ഞോത്ഭവ ദുഃഖമെത്രയും കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയുമെടോ. ലക്ഷ്മണൻ മമ ഭ്രാതാ സുന്ദരൻ മനോഹരൻ, ലക്ഷ്മി ദേവിക്കു തന്നെയൊക്കും നീയെല്ലാം കൊണ്ടും. നിങ്ങളിൽ ചേരുമേറെ നിർണയം മനോഹരേ, സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനെടോ. മംഗലശീലൻ അനുരൂപൻ എത്രയും നിനക്കങ്ങു നീ ചെന്നു പറഞ്ഞിടുക വൈകിടാതെ. എന്നതു കേട്ട നേരം സൗമിത്രി സമീപേ പോയി ചെന്നവൾ അപേക്ഷിച്ചാൽ ഭർത്താവാകെന്നു തന്നെ. ചെന്നവളോടു
ചൊന്നവളോട് ചിരിച്ചവനുര ചെയ്താൻ എന്നുടെ പരമാർത്ഥം നിന്നോടു പറഞ്ഞിടാം. മന്നവനായ രാമൻ തന്നെ ദാസൻ ഞാനോ തന്നെ, നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ. ചെന്നു നീ ചൊല്ലിട അഖിലേശ്വരനായ രാമൻ തന്നോട് തവ കുലശീലാചാരങ്ങളെല്ലാം, എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ. നിന്നെ എന്നതു കേട്ടു രാവണ സഹോദരി പിന്നെയും രഘുകുല നായകനോടു ചൊന്നാൻ, എന്നെ നീ പരിഗ്രഹിച്ചിടുക. നല്ലു ഒന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാ. മന്നവാ ഗിരിവര ഗ്രാമദേശങ്ങൾ തോറും എന്നോടുകൂടെ നടന്നോരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുജിക്കായി വരൂ മനാരഥം. ഇത്തരമവളുര ചെയ്തതു കേട്ട നേരം ഉത്തരമരുൾ ചെയ്തു രാഘവൻ തിരുവടി. ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം, അതിനിവളുണ്ടെനിക്കിപ്പോൾ. ഒരുത്തി വേണം അവനിതിനെ ആരെന്നു തിരഞ്ഞിരിക്കുന്ന നേരമിപ്പോൾ നിന്നെയും കണ്ടുകിട്ടി. വരുത്തും ദൈവമൊന്നു കൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചു കൊള്ളുവനില്ല സംശയമേതും. തെരിക്കെനിക്കാലം കളഞ്ഞിടാതെ ചെൽക കരത്തെ ഗ്രഹിച്ചിടും. കടുക്കനെന്നവനോടോ രാഘവവാക്യം കേട്ടു രാവണ സഹോദരി വ്യാകുല ചേതസ്സോടും ലക്ഷ്മണാന്തികെ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച നേരത്തു കുമാരനും, എന്നോടിത്തരം പറഞ്ഞിടല്ല വെറുതെ നീ, നിന്നിലേതുമൊരു കാംക്ഷ എന്നറിക നീ. മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അത് കേട്ടു രാഘവ സമീപേ പോയി ചെന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം. കാമവും ആശാഭംഗം കൊണ്ടു കോപവും അതിപ്രേമമാലസ്യവും പൂണ്ടു. രാക്ഷസിയപ്പോൾ മായാരൂപവും വേർപെട്ട അഞ്ജന ശൈലം പോലെ കായാകാരവും ഘോരദ്രംഷ്ടയും കൈക്കൊണ്ടേറ്റം കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംഭ്രമത്തോട് രാമൻ തടുത്തു നിർത്തും നേരം ബാലകൻ കണ്ടു ശീഘ്രം കുതിച്ചു ചാടി വന്നു. വാളുറയൂരി കാതും മുലയും മൂക്കുമെല്ലാം ഛേദിച്ച നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ടു ലോകത്തെയൊക്കെ മാറ്റൊലി കൊണ്ടു. നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്നു ചാടി 4-5 വഴി വരൂ മരുവിയാറുപോലെ ചോരയും ഒലിപ്പിച്ചു കാളരാത്രിയെ പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ. രാവണൻ തന്റെ വരവുണ്ടിനിപ്പോളെന്നു ദേവദേവനു മരുൾ ചെയ്തിരുന്നരുളിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരവധം. രാക്ഷസപ്രവരനായിടിന ഖരൻ മുൻപിൽ പക്ഷമറ്റ വലിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്തു മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊല്ലിനാനാശുഖരൻ. മൃത്യുതൻ വക്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചതത്ര ചൊല്ലാരെന്നെന്നോടെത്രയും വിരയെ നീ. വീർത്തേറ്റം വിറച്ചലറി സഗദ്ഗതമാർത്തി പൂണ്ടോർത്തു ഭീത്യാ ചൊല്ലിനാളവളപ്പോൾ. മർത്യന്മാർ ദശരഥപുത്രന്മാരിരുവരുണ്ട് ഉത്തമ ഗുണവാന്മാരെത്രയും പ്രസിദ്ധന്മാർ. രാമലക്ഷ്മണന്മാരെന്നവർക്കു നാമം ഒരു കാമിനിയുണ്ടു കൂടെ സീത എന്നവൾക്കു പേർ. അഗ്രജൻ നിയോഗത്താൽ ഉഗ്രനാം അവരജൻ ഖഡ്ഗേന ഛേദിച്ചിതു മൽക്കുജാതികളെല്ലാം. ശൂരനായിടും നീ ഇന്നവരെ കൊല ചെയ്തു ചോര നൽകുക ദാഹം തീരുമാറെനിക്കിപ്പോൾ. പച്ചമാംസവും തിന്നു രക്തവും പാനം ചെയ്കിൽ ഇച്ഛ വന്നിടും മമ നിശ്ചയമറിഞ്ഞാലും. എന്നിവ കേട്ടു ഖരൻ കോപത്തോടുരച്ചെയ്താൻ. ദുർനയമേറെയുള്ള മാനുഷാധമന്മാരെ കൊന്നു മൽഭഗിനിക്കു ഭക്ഷിപ്പാൻ കൊടുക്കണം എന്നതിനാച്ചു 14 പേർ പോക നിങ്ങൾ. ഇന്നു
നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടുന്നാൽ ഇവരാകൂതം വരുത്തിയിടും നിനക്കു മടിയാതെ എന്നവളോടു പറഞ്ഞയച്ചാൻ ഖരനേറ്റം ഉന്നതന്മാരാം 14 രാക്ഷസരെയും ശൂലമുദ്ഗരമുസലാസി ചാപേഷു ഭിണ്ടിപാലാദി പലവിധമായുധങ്ങളുമായി ക്രുദ്ധന്മാരാത്തു വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായി അടുത്താരതു നേരം ബദ്ധവൈരേണ 14 ഒരുമിച്ചു ശസ്ത്രമുഖം പ്രയോഗിച്ചാർ ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്രോത്ഭൂതനാം ഉത്തമോത്തമൻ രാമൻ ശത്രുക്കയച്ചൊരു ശസ്ത്രമുഖം വരും നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖണ്ഡിച്ചുടൻ പ്രത്യർത്ഥി ജനത്തെയും മതിച്ചാൻ ഓരോന്നിനാൽ ശൂർപ്പണഖയും അതു കണ്ടു പേടിച്ചു മണ്ടി ബാഷ്പവും തൂകി ഖരൻ മുൻപിൽ വീണലറിനാൾ എങ്ങു പോയി കളഞ്ഞിതു നിന്നോടുകൂടെ പറഞ്ഞിങ്ങു നിന്നയച്ചവർ 14 ചൊല്ലി അങ്ങു ചെന്നേറ്റ നേരം രാമസായകങ്ങൾ കൊണ്ടിങ്ങിനി വരാതെ വണ്ണം പോയാർ തെക്കോട്ടവർ എന്ന് ശൂർപ്പണഖയും ചൊല്ലിനാൾ അതു കേട്ടു വന്ന കോപത്താൽ ഖരൻ ചൊല്ലിനാനതു നേരം പോരിക നിശാചരർ 14,000 പോരിനു ദൂഷണനും അനുജൻ തൃശിരസ്സും ഘോരനാം ഖരനേവം ചൊന്നതു കേട്ട നേരം ശൂരനാം തൃശിരസ്സും പടയും പുറപ്പെട്ടു വീരനാം ദൂഷണനും ഖരനും നടകൊണ്ടു ധീരതയോടു യുദ്ധം ചെയ്വതിന്നുഴറ്റോടെയും രാക്ഷസപ്പടയുടെ രൂക്ഷമാം കോലാഹലം കേൾക്കായ നേരം രാമൻ ലക്ഷ്മണനോടു ചൊന്നാൻ ബ്രഹ്മാണ്ഡം നടുങ്ങുമാർ എന്തൊരു ഘോഷമിതു നമ്മോടു യുദ്ധത്തിനു വരുന്നു രക്ഷോബലം ഘോരമായിരിപ്പൊരു യുദ്ധവും ഉണ്ടാമിപ്പോൾ ധീരതയോടുമത്ര നീ ഒരു കാര്യം വേണം മൈഥിലി തന്നെ ഒരു ഗുഹയിലാക്കിക്കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാനൊരുത്തനെ പോരും ഇവരെയൊക്കെ കൊൽവാൻ മാനസേ നിനക്കു സന്ദേഹമുണ്ടായിടലാം മറ്റൊന്നും ചൊല്ലുന്നില്ലെന്നെന്നെ ആണയുമിട്ടു കറ്റവാർ കുഴലിയെ രക്ഷിച്ചു കൊള്ളേണം നീ ലക്ഷ്മി ദേവിയെയും കൊണ്ടങ്ങനെ തന്നെയെന്നു ലക്ഷ്മണൻ തൊഴുതുപോയി ഗഹ്വരമുഖം പൂക്കാൻ ശാപബാണങ്ങളെയും എടുത്തു പരികരമാഭോഗാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ചു നക്തഞ്ചരരൊക്കെ വന്നൊരുമിച്ചു ശസ്ത്രൗഘം പ്രയോഗിച്ച വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടും ഏറ്റം പ്രക്ഷേപിച്ചിതു വേഗാൽ പുഷ്കരനേത്രന്മേൽ തൽക്ഷണം അവയെല്ലാം എയ്തു ഖണ്ഡിച്ചു രാമൻ രക്ഷോവീരന്മാരെയും സായകാവലി തൂകി നിഗ്രഹിച്ചത് നിശിതോഗ്രബാണങ്ങൾ തന്നാൽ അഗ്രേവം നടുത്തൊരു രാക്ഷസപ്പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണൻ അതു നേരം ഉഗ്രസന്നിഭനായ രാമനോടടുത്തിതു തൂകിനാൻ ബാണഗണം അവറ്റെ രഘുവരൻ വേഗേന ശരങ്ങളാൽ എൺമണിപ്രായമാക്കി 4 ബാണങ്ങളെയ്തു തുരകം 4-നെയും കാലവേസ്മനി ചേർത്തു സാരഥിയോടുകൂടെ ചാപവും മുറിച്ചുടൽ കേതുവും കളഞ്ഞപ്പോൾ കോപേന തേരിൽ നിന്നു ഭൂമിയിൽ ചാടി വീണാൻ പിൽപ്പാടു ശതഭാരായ സനിർമ്മിതമായ കൽപ്പേറും പരിഖവും ധരിച്ചു വന്നാനവൻ തൻ ബാഹു തന്നെ ഛേദിച്ചിടിനാൻ ദാശരഥി തൽപരിഖത്താൽ പ്രഹരിച്ചിതു സീതാപതി മസ്തകം പിളർന്നവൻ ഉർവിയിൽ വീണു സമവർത്തി പത്തനം പ്രവേശിച്ചിതു ദൂഷണൻ വീണ നേരം വീരനാം തൃശിരസ്സും യോഷേണ 3 ശരം കൊണ്ടു രാമനെ എയ്താൻ 3 ഖണ്ഡിച്ചു രാമൻ 3 ബാണങ്ങളെയ്താൻ 3 മെയ്തുടൻ മുറിച്ചിടിനാൻ തൃശിരസ്സും 100 ബാണങ്ങളെയ്താനം നേരം ദാശരഥി 100 ഖണ്ഡിച്ചു പുനരായിരം ബാണമെയ്താൻ അവയും മുറിച്ചവൻ അയുധം ബാണമെയ്താൻ അവനീപതി വീരൻ അവയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോരമ്പു തന്നാൽ ഉത്തമാംഗങ്ങൾ 3 മുറിച്ചു പന്താടിനാൻ അന്നേരം ഖരനാദിത്യാഭതേടിയിടും രഥം തന്നിലാമാറു കരകേറി ഞാനൊലിയിട്ടു വന്നു രാഘവനോടു ബാണങ്ങൾ തൂക്കിയിടിനാൻ ഒന്നിനൊന്നെയ്തു മുറിച്ചിടിനാൻ അവയെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണരുതാതയായി നിഷ്ഠുരതരമായ രാഘവ ശരാസനം
പൊട്ടിച്ചാൻ മുഷ്ടിദേശേ ബാണമെയ്താശുഖരൻ. ചട്ടയും നുറുക്കിനാൻ ദേഹവും ശരങ്ങൾ കൊണ്ടൊട്ടൊഴിയാതെ പിളർന്നിടിനാനതു നേരം. താപസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടമെന്നുരച്ചെയ്താർ. ജയിപ്പൂതാക രാമൻ ജയിപ്പൂതാക എന്നു ഭയത്തോടമരരും താപസന്മാരും ചൊന്നാർ. തൽക്കാലേ കുമ്പോത്ഭവൻ തന്നുടെ കയ്യിൽ മുന്നം ചക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയ്യിൽ കാണായി വന്നിതെത്രയും ചിത്രം ചിത്രം. മുഖ്യ വൈഷ്ണവ ചാപം കൈക്കൊണ്ടു നിൽക്കും നേരം ദിക്കുകളൊക്കെ നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സു കൊണ്ടു കാണായി വന്നു രാമചന്ദ്രനെയപ്പോൾ. ഖണ്ഡിച്ചാൻ ഖരനുടെ ചാപവും കവചവും കുണ്ടലഹാര കിരീടങ്ങളും അരക്ഷനാൽ. സൂതനെ കൊന്നു തുരകങ്ങളും തേരും പൊടിച്ചാതിനായകനടുത്തിയിടിന നേരത്തിങ്കൽ. മറ്റൊരു തേരിൽ കരയേറിനാനാശുകരൻ തെറ്റെന്നു പൊടിച്ചിതു രാഘവനതുമപ്പോൾ. പിന്നെയും ഗതയുമായി അടുത്താനാശുകരൻ ഭിന്നമാക്കിനാൻ വിശിഖങ്ങളാലതും രാമൻ. ഏറിയ കോപത്തോടെ പിന്നെ മറ്റൊരു തേരിലേറി വന്ന അസ്ത്രപ്രയോഗം തുടങ്ങിനാൻ ഖരൻ. ഘോരമാം ആഗ്നേയാസ്ത്രമെയ്തതു രഘുവരൻ വാരുണാസ്ത്രേണ തടുത്തിടിനാൻ ജിതശ്രമം. പിന്നെ കൗബേരമസ്ത്രമെയ്തൈന്ദ്രാസ്ത്രം കൊണ്ടു മന്നവൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ നൈഋതമസ്ത്രം പ്രയോഗിച്ചിതു. യാമ്യാസ്ത്രേണ വീരനാം രഘുപതി തടുത്തു കളഞ്ഞപ്പോൾ. വായവ്യമയച്ചതും ഐന്ദ്രാസ്ത്രം കൊണ്ടു ജഗന്നായകൻ തടുത്തതു കണ്ടു രാക്ഷസവീരൻ. ഗാന്ധർവമയച്ചതു ഗൗഹ്യകമസ്ത്രം കൊണ്ടു ശാന്തമായതു കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചതു കണ്ടു രാമൻ. ആസുരമായ ദൈവാസ്ത്രം കൊണ്ടു തടുക്കയാൽ തീക്ഷ്ണമാമൈഷീകാസ്ത്രമെയ്തതു രഘുപതി വൈഷ്ണവാസ്ത്രേണ കളഞ്ഞാശു മൂന്നമ്പു തന്നാൽ. സാരഥി തന്നെ കൊന്നു തുരകങ്ങളെ കൊന്നു തേരും എപ്പേരും പൊടിപെടുത്തു കളഞ്ഞപ്പോൾ. യാതുധാനാധിപതി ശൂലവും കൈക്കൊണ്ട അതിക്രോധേന രഘുവരനോടരുൾ ചെയ്തിടും നേരം. ഇന്ദ്രദൈവതമസ്ത്രമയച്ചോരളവ് ചെന്നിന്ദ്രാരി തലയറുത്തിയിടിനാൻ ജഗന്നാഥൻ. വീണിതു ലങ്കാനഗരോത്തരദ്വാരെ തല തോണി ബുക്കിതു വന്നു ബാണവും അതു നേരം. കണ്ടു രാക്ഷസരെല്ലാം ആരുടെ തലയെന്നു കുണ്ഠഭാവേന നിന്നു സംശയം തുടങ്ങിനാർ. ഖരഭൂഷണ തൃശിരാക്കളാം നിശാചരവരനും 14,000 മരിച്ചതു നാഴിക 3.25 കൊണ്ടു രാഘവൻ തന്നാൽ. ഊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർ 14,000 ധരിച്ചാരല്ലോ ദിവ്യ വിഗ്രഹം അതു നേരം. ജ്ഞാനവും ലഭിച്ചതു രാഘവൻ പക്കൽ നിന്നു മാനസേ പുനരവരേവരും അതു നേരം. രാമനെ പ്രദക്ഷിണം ചെയ്തുടൻ നമസ്കരിച്ചാമോദം പൂണ്ടു കൂപ്പി സ്തുതിച്ചാർ പലതരം. നമസ്തേ പാദാംബുജം രാമ ലോകാഭിരാമ സമസ്തപാപഹരം സേവകാഭീഷ്ടപ്രദം. സമസ്തേശ്വരാദയാ വാരിധേ രഘുപദേ യമിച്ചീടേണം ചിത്തം ഭവതി രമാപദേ. ത്വത്പാദാംബുജം നിത്യം ധ്യാനിച്ചു മുനിജനം ഉത്ഭവ മരണ ദുഃഖങ്ങളെ കളയുന്നു. മുൽപ്പാടു മഹേശ്വരനെ തപസ്സു ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം. ഭേദവിഭ്രമം തീർത്തു സംസാര വൃക്ഷമൂലച്ഛേദന കുഠാരമായി ഭവിക്ക ഭവാനിധി പ്രാർത്ഥിച്ചു ഞങ്ങൾ. മഹാദേവനോടതു മൂലം ഓർത്തരുൾ ചെയ്യുക പരമേശ്വരനതു നേരം. യാമിനീചരന്മാരായി ജനിക്ക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ഭൂമോ. രാക്ഷസദേഹന്മാരാം നിങ്ങളെ ഛേദിച്ചെന്നു മോക്ഷവും തന്നിടുവൻ ഇന്ന സംശയമേതും എന്നരുൾ ചെയ്തു പരമേശ്വരൻ. അതുമൂലം നിർണയം മഹാദേവനായതും രഘുപതി ജ്ഞാനോപദേശം ചെയ്തു മോക്ഷവും തന്നിടണം. ആനന്ദ സ്വരൂപനാം നിന്തിരുവടിനാഥാം എന്നവരപേക്ഷിച്ച നേരത്തു രഘുനാഥൻ മന്ദഹാസവും പൂണ്ടു സാനന്ദമരുൾ ചെയ്തു. വിഗ്രഹേന്ദ്രിയ മനഃപ്രാണാഹങ്കാരാദികൾക്കൊക്കവേ സാക്ഷിഭൂതനായതു പരമാത്മാ. ജാഗ്രത് സ്വപ്നാഖ്യാദി അവസ്ഥാഭേദങ്ങൾക്കും മീതെ സാക്ഷിയാം പരബ്രഹ്മം സച്ചിദാനന്ദമേകം.
ബാല്യകൗമാരാദികളാം ആഗമാപായികളാം കാല്യാദിഭേദങ്ങൾക്കും സാക്ഷിയായി മീതെ നിൽക്കും പരമാത്മാവ് പരബ്രഹ്മമാനന്ദാത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടും. ഈ വണ്ണമുപദേശം ചെയ്തു മോക്ഷവും നൽകി ദേവദേവേശൻ ജഗത്കാരണൻ ദാശരഥി രാഘവൻ 3.25 നാഴിക കൊണ്ടുകൊന്നാൻ വേഗേന 14 സഹസ്രം രക്ഷോദനം. സൗമിത്രി സീതാദേവി തന്നോടുകൂടെ വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൻ. ശസ്ത്രൗഘ നിവൃത്തമാം ഭർത്തൃവിഗ്രഹം കണ്ടു മുക്തബാഷ്പോദം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ടു തലോടി പൊറുപ്പിച്ചിടിനാൾ. ഒക്കവേ പുണ്ണും അതിൻ വടുവും മാച്ചിടിനാൾ. രക്ഷോവീരന്മാർ വീണു കിടക്കുന്നതു കണ്ടു ലക്ഷ്മണൻ നിജഹൃതി വിസ്മയം തേടിയിടിനാൻ. രാവണൻ തന്റെ വരവുണ്ടിനി ഇപ്പോൾ എന്നു ദേവദേവനുവരുൾ ചെയ്തിരുന്നരുളിനാർ. പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ ചെന്നു നീ മുനിവരന്മാരോടു ചൊല്ലിയിടണം. യുദ്ധം ചെയ്തതും ഖരദൂഷണ ത്രിശിരാക്കൾ സിദ്ധിയെ പ്രാപിച്ചതും 14,000 താപസന്മാരോടറിയിച്ചു നീ വരികെന്നു പാപനാശനരുൾ ചെയ്തയച്ചോരു ശേഷം സുമിത്രാപുത്രൻ തപോധനന്മാരോട് ചൊന്നാൻ. അമിത്രാന്തകൻ ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്താലിനിക്കാലം വൈകാതെ ഒടുങ്ങിയിടും അമർത്യവൈരികൾ എന്നുറച്ചു മുനിജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാർ. പലലാശികൾ മായ തട്ടായ്വാൻ 3 പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിടുവാനായി കൊടുത്തു വിട്ടിടിനാർ. ലക്ഷ്മണനവ 3ഉം കൊണ്ടുവന്നാശു രാമൻ തൃക്കാൽക്കൽ വച്ചു തൊഴുതിടിനാൻ ഭക്തിയോടെ. അങ്കുലീയകമെടുത്തംബുജ വിലോചനൻ അങ്കുലത്തിന്മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈഥിലി തനിക്കു നൽകിയിടിനാൻ. കവചവും ഭ്രാതാവ് തനിക്കണിഞ്ഞിടുവാൻ അരുളിനാൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ പാരായണവും നമുക്ക് ചെയ്യാൻ സാധിച്ചു. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഇന്ന് ജടായു സംഗമം മുതലാണ് നമ്മൾ വായിച്ചത്. അപ്പൊ ജടായുവിനെ ആദ്യം കണ്ടപ്പോ ശ്രീരാമസ്വാമിക്ക് ഒരു സംശയമാണ് തോന്നിയത്. ഇത് വലിയ പർവ്വത ശരീരിയായിട്ടുള്ള ഒരു രൂപമാണല്ലോ ജടായുവിന്റെ. അപ്പോ ഇത് രാക്ഷസനാണ്, നമ്മളെ പിടിച്ചു തിന്നാൻ വരുന്നതാണ് എന്നൊക്കെ ലക്ഷ്മണനോട് പറയുന്നുണ്ട്. ചിലപ്പോ കൃത്യം കാര്യങ്ങൾ അറിയാതെ നമ്മൾ ചിലപ്പോ അകറ്റി നിർത്തും ആൾക്കാരെ. അയാള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ സത്യം മനസ്സിലാവുമ്പോഴാണ് ഇത് നമുക്ക് വേണ്ടപ്പെട്ട ആള് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോ ജടായു പറയുന്നുണ്ടല്ലോ, അച്ഛന്റെ സുഹൃത്തായിരുന്നു. അപ്പൊ അച്ഛൻ മൃഗയാ വിനോദത്തിന് കാട്ടിലൊക്കെ വരുന്നത് അത് നമുക്കറിയാലോ. അങ്ങനെയാണല്ലോ പല കാര്യങ്ങളും സംഭവിച്ച കഥകളൊക്കെ നമുക്കറിയാം. അപ്പൊ ആ വരുന്ന സമയത്ത് വളരെ സഹായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളരെ സ്നേഹമായിരുന്നു എന്ന് പറയുന്നുണ്ട്. വധ്യനല്ലഹം തവ താതന് ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സനറിഞ്ഞാലും എന്നാണ്. ഞാൻ അച്ഛന്റെ സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞ ഉടനെ കാര്യം പിടികിട്ടി. അപ്പൊ പിന്നെ പറഞ്ഞു, അയ്യോ ഞാൻ അങ്ങേ തെറ്റിദ്ധരിച്ചുട്ടോ, ഇനി എന്റെ കൂടെ എന്റെ കിങ്കരനായിട്ട് എന്ന് പറഞ്ഞാൽ എന്റെ സഹായിയായിട്ട്. അപ്പൊ ഇത് ജടായുവായിട്ടുള്ള ആദ്യത്തെ സമാഗമാണ് ശ്രീരാമചന്ദ്ര സ്വാമിയുടെ. ഇനി നമ്മള് ജടായുവിന് എന്താണ് ചെയ്യുന്നത് ആ സീതാപഹരണമൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പിന്നീട്. അപ്പൊ എപ്പോഴും അങ്ങനെയാണ്, ആരെയും നമ്മള് കാര്യം അറിയാതെ അകറ്റി നിർത്തരുത് എന്നുള്ളതാണ്. പിന്നെ അവിടുന്ന് പഞ്ചവടിയിൽ താമസിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അവിടെ വെച്ചാണ് ലക്ഷ്മണൻ ശ്രീരാമസ്വാമിയോട് വളരെ ആവശ്യപ്പെടുകയാണ്. ആദ്യത്തെ ലക്ഷ്മണോപദേശം ചോദിച്ചിട്ടല്ല കൊടുക്കുന്നത്, അവിടെ ആവശ്യം ഉണ്ടായിരുന്നു, അപ്പൊ കൊടുത്തതാണ്. ഇവിടെ ലക്ഷ്മണൻ ആവശ്യപ്പെടുകയാണ്, എനിക്ക് മുക്തിമാർഗത്തെ കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറയാണ്. അപ്പോ
വളരെ വിശദമായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതൊക്കെ കുറച്ചൊക്കെ നാരായണീയത്തിലും, കുറച്ചല്ല, നാരായണീയത്തിലും ഭാഗവതത്തിലും ഒക്കെ പഠിച്ച സംഗതികൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കിത് ചൊല്ലുമ്പോ അത് കുറെ കൂടി വളരെ കൃത്യമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇത് തന്നെയാ പറഞ്ഞു കൊടുക്കുന്നത്. അറിവ് ഇല്ലാത്തത് കൊണ്ടാണ് പല സംശയങ്ങളും ഉണ്ടാവുന്നത്. അറിവ് എന്ന് പറയുന്നതിന് വെളിച്ചം. അപ്പൊ വെളിച്ചമില്ലാത്ത സ്ഥലത്ത് ഒരു കയറ്, അതെപ്പോഴും എല്ലാ സംഗതിയിലും ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്. രജ്ജുകണ്ഠത്തിങ്കലെ പന്നക ബുദ്ധി പോലെ നിശ്ചയം പറയുന്നുണ്ടല്ലോ. വെളിച്ചമില്ലാത്ത സ്ഥലത്ത് ഒരു കയറ് കിടന്നാൽ അത് പാമ്പാണെന്ന് വിചാരിച്ച് നമ്മൾ ഭയപ്പെടുകയാണ് എന്നുള്ളത്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു എക്സാമ്പിൾ നമുക്കറിയാം. അപ്പൊ വെളിച്ചം എന്നുള്ളതിന് വിജ്ഞാനം, അറിവ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നമുക്ക് അത് കയറാണ് എന്നുള്ള അറിവ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അതിന് ബുദ്ധി പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവിടെ വെളിച്ചം വേണം. അപ്പൊ ഇവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. സംശയം എന്തുകൊണ്ടാ വരുന്നത്, അല്ലെങ്കിൽ ഭയം ഉണ്ടാവുന്നത് വേറൊരു വസ്തു ഇത് നമ്മളെ ഭയപ്പെടുത്തും, അല്ലെങ്കിൽ ഇത് നമ്മളെ ഇതാക്കും, പാമ്പാണ് അപ്പൊ കടിക്കും, അപ്പൊ അതൊക്കെ എന്നുള്ള പേടിയാണല്ലോ. അപ്പൊ അതുപോലെ അത് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ആ മനസ്സിലെ, അല്ലെങ്കിൽ നമുക്ക് വിജ്ഞാനം, അറിവ് ഉണ്ടാകണം. അറിവുണ്ടാകുന്നതിന് ആദ്യമായിട്ട് വേണ്ടത് ഭക്തി ആണ്. ഭക്തി ഉണ്ടാവുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു പരിശ്രമം നമ്മളിൽ നടക്കും. പിന്നെ ദേഹം എങ്ങനെയാ പഞ്ചഭൂത സഞ്ചയമാണ്, അതൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ നമ്മൾ പല പല ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും നാരായണീയത്തിലും ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. പിന്നീട് ഈ ജീവാത്മാവും പരമാത്മാവും എന്ന് പറയുന്നത് വേറെ വേറെ സംഗതികളല്ല, അത് ഒന്ന് തന്നെയാണ്. അത് പര്യായ ശബ്ദമാണെന്നാണ്. അപ്പോ അമ്മ എന്നുള്ളതിന് മാതാവ്, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ അതുപോലെയാണ് പര്യായ ശബ്ദമാണെന്നാ പറയുന്നത്. അതല്ല, അത് വേറെയാണെന്ന് പറയുന്നവര് അജ്ഞന്മാരാണെന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. ഇത് വായിക്കുന്ന നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ പിന്നീട് പറയുന്നുണ്ട്, മാനം, ഡംഭം, ഹിംസ, വക്രത്വം ഇതൊക്കെ ഒഴിവാക്കണം. പതുക്കെ പതുക്കെ അതൊക്കെ ഒഴിഞ്ഞു പോവും. ഈ ഭക്തിഭാവം മനസ്സിൽ വളരുമ്പോ നമ്മളിൽ ഒരു ശുദ്ധീകരണം നടക്കുകയാണ്. ഓരോ സംഗതികളും നമ്മൾ അതിന്റെ ആവശ്യമില്ലാത്ത സംഗതികളൊക്കെ, വക്രത്വം എന്ന് പറഞ്ഞാല് എന്താണ്? കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാതിരിക്കുക, ഒരു വളച്ചൊടിച്ച് പറയുക, അങ്ങനെയുണ്ടല്ലോ. ചില സംഗതികൾ കൃത്യമായിട്ട് പറയില്ല. ഒരാളെ പറ്റി പറയുമ്പോൾ അയാളുടെ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അത് ആദ്യം പറഞ്ഞിട്ട് അതിങ്ങനെ അങ്ങനെയൊക്കെ പറയും. അതിനെയാണ് വക്രത്വം. അതുപോലെ ഡംബ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണെന്നുള്ളത്. എന്തെങ്കിലും നമ്മൾ ചെയ്തു എന്ന് വെച്ചാൽ നമ്മളോട് തോന്നുന്ന വലിയൊരു ഞാൻ ആരൊക്കെയോ ആണ് എന്നുള്ളൊരു തോന്നല്. അങ്ങനെ പല സംഗതികള്, കാമം, ക്രോധം, അതൊക്കെ മനസ്സിൽ നിന്ന് വെടിഞ്ഞ് സന്തുഷ്ടനായിട്ട് സദാകാലം അന്യ ആക്ഷേപാദികളെയൊക്കെ സഹിക്കണം എന്നാ പറയുന്നത്. പലരും ആക്ഷേപങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ എന്തിനു പറയുന്നു? നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന് തന്നെ പല ആക്ഷേപങ്ങളും പല സ്ഥലത്തുനിന്നും വരും. വേറെ പണിയൊന്നുമില്ലേ, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുന്ന പലരും ഉണ്ട്. നമ്മളോടൊക്കെ നേരിട്ട് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുകയല്ല, നമ്മളിൽ നിന്നൊക്കെ നഷ്ടപ്പെടുകയാണ്. നമ്മളിലെ കോപം, നമ്മളിലെ ക്രോധം, നമ്മളിലെ അഹങ്കാരം, ഈഗോ, ഇതൊക്കെ നഷ്ടപ്പെടുകയാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ട് അതൊക്കെ നഷ്ടപ്പെട്ട് വരുമ്പോ പിന്നെ എന്താണ്? ആ ശുദ്ധമായിട്ടുള്ള സത്യം നമ്മളിൽ വിളങ്ങാണ്. അങ്ങനെ വരുമ്പോ ചിലപ്പോ നമ്മൾ പറയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വിശിഷ്ടമായി തീരാണ്. നമ്മുടെ ചിന്തകളും ഒക്കെ ശുദ്ധമാവാണ്. അപ്പൊ ആ ശുദ്ധമായ മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളും പ്രവൃത്തികളും ഒക്കെ വളരെ ശുദ്ധമാവും. അത് തന്നെയല്ലേ വേണ്ടത്? അത് തന്നെയല്ലേ നമുക്ക് ഈ ജന്മം കൊണ്ട്, ഈ മനുഷ്യജന്മം കൊണ്ട് നമുക്ക് വേണ്ടത്. പിന്നെ പറയുന്നുണ്ട് എല്ലാം പുത്രധാരാദി അതൊക്കെ പറയുന്നുണ്ട്. അവരെ ഒന്നും സ്നേഹിക്കണ്ടെന്നൊന്നും പറയുന്നില്ല. നിസ്വാർത്ഥമായിട്ട് സ്നേഹിക്കുക. എന്റെ കുട്ടിയാണ്, അതുകൊണ്ട് മാത്രം സ്നേഹിക്കുക. അടുത്ത വീട്ടിലെ കുട്ടിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, അങ്ങനെയല്ല. എല്ലാവരോടും ഒരു സമഭാവനയോട് കൂടിയിട്ട്. അപ്പൊ നമ്മുടെ കുട്ടിയെ പോലെ തന്നെ മറ്റേ കുട്ടിയെ സ്നേഹിക്കണം, അല്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും മറ്റുള്ളവരുടെ ദുഃഖം നമ്മുടെയും കൂടിയാണ്. അവരുടെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് വെച്ച് നമുക്ക് നോക്കാൻ ഉള്ള ഒരു മനസ്സ് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കാലോ, അത് നമുക്ക് ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരുടെ ദുഃഖം കേൾക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള പല സംഗതികളും നമ്മുടെ ഈ സമയത്തൊക്കെ പലതും പല സംഗതികളും വളരെ ദുഃഖകരമായിട്ടുള്ള സംഗതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം, ഭഗവാനെ
ദുഃഖമില്ലാതാക്കണേ എന്നുള്ളതിനേക്കാളും ആ ദുഃഖം സഹിക്കാനുള്ള ഒരു ശക്തി അവർക്ക് കൊടുക്കണേ എന്നും കൂടി പ്രാർത്ഥിക്കാം നമുക്ക്. പിന്നെ അതുപോലെ ധ്യാനം പരിശീലിക്കുക, ഈശ്വര ചിന്തയിൽ ജീവിക്കുക. അങ്ങനെ ഇപ്പൊ ആത്മജ്ഞാനത്തെ നേടാൻ ശ്രമിക്കുന്നവർക്ക് ആനന്ദം തന്നെയാണ് ഉണ്ടാകുന്നത് എപ്പോഴും. അപ്പൊ എപ്പോഴും പറയൂലോ, എല്ലാ എല്ലാ സമയത്തും പറയുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ എല്ലാ വാക്കുകളും കൃത്യമായിട്ട് അത് മനസ്സിലാവണം എന്നില്ല. പക്ഷെ ഇത് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ആശ്വാസം, അപ്പൊ നമ്മൾ അറിയാതെ ജപിച്ചാല് ഒരു ആശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞ് ജപിച്ചാലോ ആനന്ദമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ പഠിക്കണം എന്ന് പറയുന്നത്. വെറുതെ വായിച്ചാലും ഇന്ന് രാമായണം വായിച്ചു, ഇന്ന് ഭാഗവതം വായിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്, അതൊന്നും ഇല്ലായികില്ല, ഒരു ആശ്വാസം നമ്മുടെ. അപ്പൊ അത്രയും സമയം നമ്മൾ വേറെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും ആലോചിക്കില്ല. അപ്പൊ ഒരു ആശ്വാസം തന്നെയാണ്. പക്ഷെ അത് അറിഞ്ഞു പഠിക്കുകയാണെങ്കിൽ, അറിഞ്ഞു വായിക്കുകയാണെങ്കിലോ അപ്പൊ ആ ഭാഗം നമുക്ക് ശ്രീരാമൻ ലക്ഷ്മണനോട് ഈ ഉപദേശം കൊടുക്കുന്നത് നല്ലപോലെ നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മളും അവിടെ ഇരുന്നത് കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു ഭാവത്തിൽ നമുക്കത് അനുഭവിക്കാൻ സാധിക്കും. അങ്ങനെ പിന്നെ സാധകരായിട്ടുള്ള ആളുകള്, നമ്മളൊക്കെ സാധകരാണ്. അപ്പോ സാധകർക്ക് 3 കാര്യങ്ങൾ ഇവിടെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പലരും പല സംഗതികളും സംസാരം തുടങ്ങുന്നത് ചിലപ്പോ രാമായണ പാരായണത്തെ പറ്റിയിട്ടായിരിക്കും. പക്ഷെ അവസാനിക്കുന്നത് പരദൂഷണത്തിലും ആവലാതിയിലും അല്ലെങ്കിൽ ആകുലതകളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവസാനിക്കുന്നത്. അതാണ് മിക്കവാറും ഒരു ഒരു ബുദ്ധിമുട്ട് വരുന്നത് അവിടെയാണ്. അതേ സ്ഥാനത്ത് മനസ്സിൽ ഭക്തിഭാവമുള്ള ആളുകള് ഇങ്ങനെ സങ്കടങ്ങളൊക്കെ പറഞ്ഞാലും അവസാനം വരുന്നത് എങ്ങനെയാണ്, എല്ലാം ഭഗവാന്റെ ഇതെന്ന് അങ്ങനെയാണ് അവരെ അവസാനിപ്പിക്കുക. അപ്പൊ ഇതാണ് 2 തരത്തിലുള്ള ആളുകൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അവരെ നമുക്ക് കുറച്ച് മാറ്റി നിർത്തുന്നതിൽ വിരോധമില്ല. ഇവിടെ ലക്ഷ്മണനോട് ഇത് പറയുന്നുണ്ട്, ആളും തരവും നോക്കിയിട്ടേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാവൂ എന്ന് പറയുന്നുണ്ട്. മുക്തി സംഭവിക്കും എന്നൊക്കെ ശരിയാണ്. പക്ഷെ അത് എന്താണ്, ഭക്തന്മാർക്കൊഴിഞ്ഞ് ആർക്കും ഉപദേശിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ രാമായണം വായിക്കും, ഞാൻ ഇത് ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ആവശ്യമില്ലാതെ നമ്മുടെ ദിനചര്യകളെ പറ്റിയിട്ട് അതിൽ വലിയ താല്പര്യമില്ലാത്ത ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതേ സ്ഥാനത്ത് കുറച്ചൊക്കെ അതിലേക്ക് എന്തെങ്കിലും ഒരു താല്പര്യം കാണിക്കുന്ന ആളുകളാണെങ്കിൽ അവരോട് അവർ ആവശ്യപ്പെട്ടില്ലെങ്കിലും നമുക്ക് പറയാം, നോക്കൂ ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് കേട്ടോ, ഒന്ന് ജോയിൻ ചെയ്തോളൂ എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷെ അല്ലാതെ ഒരു ജനറലായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ശ്രീരാമസ്വാമി ലക്ഷ്മണനോട് വരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ നമുക്കൊക്കെ അത് ബാധകമാണ്. അത് കഴിഞ്ഞ് പിന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ശൂർപ്പണഖ വധം, ശൂർപ്പണഖ വരികയാണ്. അപ്പോ കാമരൂപിണിയായിട്ടാണ്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഈ ഒരു സാധകന്റെ ഭാവത്തിലേക്ക് വരുമ്പോ പല ശൂർപ്പണഖമാരും നമ്മളെ സമീപിക്കും. ശൂർപ്പണഖ എന്നുള്ളത് കാമത്തിന്റെ പ്രതീകമായിട്ടാണ്. കാമം എന്നുള്ളത് ആഗ്രഹങ്ങള്. അപ്പൊ ഞാൻ ഇത് ചെയ്താൽ എനിക്ക് ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ചില സംഗതികൾ ഉണ്ടല്ലോ, ഈ പൂജ ചെയ്താൽ ഈ ഫലം കിട്ടും അല്ലെങ്കിൽ അങ്ങനെ. അപ്പോ അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളെ നമ്മൾ മാറ്റി നിർത്തന്നെ ചെയ്യണം. അപ്പോ അതാണ് ശൂർപ്പണഖയുടെ. പിന്നീട് ഖരവധം. ഖരൻ എന്ന് പറയുന്നത് അവിടെ ശൂർപ്പണഖയുടെ ഒരു സഹോദരനാണല്ലോ. അപ്പൊ അവിടെ ചെന്ന് പറഞ്ഞപ്പോ സഹിച്ചില്ല. അപ്പൊ എപ്പോഴും അങ്ങനെയാണ്, നമ്മളുടെ ആളുകളെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ നമ്മൾ അതിനെ ഉടനെ പ്രതികരിക്കും. അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോ അവിടെ ശ്രീരാമസ്വാമി അതൊക്കെ അവരെയൊക്കെ എല്ലാ വിധത്തിലും അവരെയൊക്കെ തീർന്നല്ല. 14 രാക്ഷസന്മാർ ആദ്യം വന്നു, പിന്നെ പടയോടുകൂടിയാണ് വന്നത്. എല്ലാം അദ്ദേഹം എല്ലാവരെയും എള്ളുമണി പോലെ ആക്കിയെന്നാ പറഞ്ഞത്. അവരെയൊക്കെ എന്ന് പറഞ്ഞാൽ അവരൊക്കെ വന്നത് എങ്ങനെയാണ്, ശതഭാരായ അയസ നിർമ്മിതം, 100 ഭാരം ഇരുമ്പ് കൊണ്ടുള്ള എന്തൊക്കെയോ ധരിച്ചിട്ടാണ് അവർ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ വരുന്നവരൊക്കെ വളരെ ശക്തിമാന്മാരായിരിക്കും. ഖരൻ എന്നുള്ള പദത്തിന് തന്നെ നമ്മൾ ആ പദം ആലോചിക്കുമ്പോൾ ഖരമായതെന്ന് പറഞ്ഞാൽ കട്ടിയുള്ളത്. അപ്പൊ ഈ കട്ടിയുള്ള മനസ്സുള്ള ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ദ്രോഹം ചെയ്യാൻ വരുള്ളൂ. നല്ല മനസ്സുള്ളവർക്കൊന്നും അങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ത്രിശിരസ്, 3 ശിരസ് എന്ന് അത് വാക്കിന്റെ അർത്ഥത്തിൽ പറയുമ്പോൾ അപ്പൊ എന്താന്ന് വെച്ചാൽ തലയിൽ പല ചിന്തകളാണ് 3 അവർക്ക്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ അവരെ പറ്റിയിട്ട് ഇങ്ങനെ പറയാറുണ്ട്, ദൂഷണൻ,
ഖരൻ ദൂഷണൻ ത്രിശിര, മറ്റുള്ളവരെ ദോഷിച്ചു പറയുന്നവര്. അപ്പൊ ഇവരെയൊക്കെ നമുക്ക് അകറ്റി നിർത്തിയേ പറ്റുള്ളൂ. പിന്നീട് അതൊക്കെയാണ് ഇവിടെ ഇന്ന് നമ്മൾ കണ്ടത്. ഈ 12ാമത്തെ ദിവസം കണ്ടത് ഇതൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം വായിച്ച് നമ്മൾ ആ കഥകളിൽ ഒതുങ്ങാതെ അതിന്റെ കുറച്ചുകൂടി നമ്മൾ കൂടുതൽ അതിലേക്ക് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. അപ്പൊ നമ്മൾ ശ്രമിക്കുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോ എന്തെങ്കിലും ലേഖനങ്ങളുടെ രൂപത്തിലോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളുടെ രൂപത്തിലോ ഒക്കെ നമ്മൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനായിട്ട് ശ്രീരാമസ്വാമി തന്നെ അതിനുള്ള സൗകര്യം നമുക്ക് ഉണ്ടാക്കി തരും. അതാണ് ഇന്ന് വരെയുള്ള നമ്മുടെ അനുഭവം. അല്ലെങ്കിൽ നമ്മളൊന്നും ഇവിടെ ഇങ്ങനെ ഇരിക്കില്ല. ആ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ ഒത്തുകൂടാൻ സാധിക്കുന്നത്. അപ്പൊ ഭക്തി തന്നെയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് അവസാന നിമിഷത്തിലും എല്ലാറ്റിന്റെയും അവസാനത്തിൽ പറയുന്നത് ഭക്തി മോക്ഷത്തിന് കാരണം എന്ന് തന്നെയാണ്. അപ്പൊ ഭക്തിയോടെ നമുക്ക് ഇന്നത്തെ ഈ പാരായണം ഇവിടെ സമർപ്പിക്കാം. എല്ലാവർക്കും ഇതൊക്കെ ചെയ്യാനുള്ള ഒരു സന്ദർഭമെങ്കിലും ഉണ്ടാവട്ടെ. വേദനിക്കുന്നവരുടെ വേദന മനസ്സിലാക്കാനും അതിന് എന്തെങ്കിലും വിധത്തിലെ സഹായം ചെയ്യാനും ഒക്കെയുള്ള മനസ്സുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ പാരായണം ഇവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരി ഓം.